വലിയ കാലുകളും ഭീമൻ വാലും നീളൻ കഴുത്തുമായി ഭീമാകാരമായ ശരീരം, ഭയപ്പെടുത്തുന്ന ദംഷ്ട്രകൾ. മനുഷ്യഭാവനയിലെ വന്യതയുടെ ഉഗ്രരൂപമാണ് എന്നും ദിനോസറുകൾ. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകൾ അടക്കി വാണ ആ കാലം എങ്ങനെയായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 150 മില്യൺ വർഷക്കാലമാണ് ഭൂമുഖത്ത് ദിനോസറുകൾ ജീവിച്ചതെന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ അത്രയും വലിയൊരു ജീവിവർഗം ഒരെണ്ണം ബാക്കിയില്ലാതെ സമ്പൂർണ്ണമായി വംശനാശം സംഭവിച്ചത് എങ്ങനെയാകും? എവിടേക്കാണ് ആ ദിനോസറുകളെല്ലാം അപ്രത്യക്ഷമായത്? ഏത് ദുരന്തമാണ് അവയെ ഒന്നാകെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയത്? എത്രയോ കാലമായുള്ള മനുഷ്യന്റെ കൗതുകവും സംശയങ്ങളുമാണ് ഇതെല്ലാം. ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള നിർണായകമായൊരു പര്യവേക്ഷണത്തിലാണ് കാനഡയിൽ ഒരു സംഘം ശാസ്ത്ര ഗവേഷകർ. കാനഡയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ആൽബർട്ടയിലെ ഒരു വനമേഖലയിലാണ് പര്യവേക്ഷണം നടക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ദിനോസർ കുഴിമാടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണിത്. മരണത്തിന്റെ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന പൈപ്പ്സ്റ്റോൺ ക്രീക്കിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നാണ് 10,000 കണക്കിന് ദിനോസറുകളുടെ അസ്ഥികൂടങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. ഒരേ ദിവസം കൂട്ടത്തോടെ മണ്ണടിഞ്ഞ 1000 കണക്കിന് ദിനോസറുകൾ. ഏത് മഹാദുരന്തമാണ് അത്രയും വലിയ ജീവികളെ ഒന്നാകെ കൊന്നൊടുക്കിയതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ശാസ്ത്ര സംഘം. സസ്യമൃഗജാലങ്ങളുടെ ഫോസിലുകളുമായി ബന്ധപ്പെട്ട പഠനശാഖയിൽ വിദഗ്ധയും ആൽബർട്ടയിലെ ഫിലിപ്പ് ജെ ക്യൂറി ദിനോസർ മ്യൂസിയത്തിന്റെ ക്യൂറേറ്ററുമായ എമിലി ബാംഫോർത്താണ് പര്യവേക്ഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ഒരേ ജനുസിൽപ്പെട്ട ദിനോസറുകളുടെ എല്ലുകളും അവശിഷ്ടങ്ങളുമാണ് പൈപ്പ്സ്റ്റോൺ ക്രീക്കിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ വംശനാശം സംഭവിച്ചെന്ന് കരുതപ്പെടുന്ന പാച്ചിർനോസോറസ് എന്ന പേരുള്ള ദിനോസർ വിഭാഗത്തിൽപ്പെട്ടവയാണ് അവയെല്ലാം. പാച്ചിർനോസോറസുകളിൽ തന്നെ ആകെ 3 വർഗ്ഗങ്ങളെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. കാനഡയിൽ നിന്നും അലാസ്കയിൽ നിന്നുമാണ് ഇവയെ കണ്ടെടുത്തിട്ടുള്ളത്. ശരാശരി 6 മീറ്ററിലധികം നീളവും 2 ടൺ ഭാരവുമാണ് ഇവയ്ക്കുണ്ടായിരുന്നത്. വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന കലമാനുകളായ കാരിബുകളെ പോലെ വലിയ കൂട്ടമായി ആയിരങ്ങളായി പല ദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതാണ് ഇവയുടെ രീതിയെന്നാണ് ബാംഫോർത്ത് പറയുന്നത്. വടക്കൻ അമേരിക്കയിലെ ഏറ്റവും വലിയ അസ്ഥികൂടങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് പൈപ്പ്സ്റ്റോൺ ക്രീക്ക്. അവിടെ 10,000-ഓളം ദിനോസറുകൾ മണ്ണടിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് ശാസ്ത്ര സംഘത്തിന്റെ നിഗമനം. ഓരോ ചതുരശ്ര മീറ്ററിലും 100 മുതൽ 300 വരെ എല്ലുകളാണത്രേ കണ്ടെത്തിയിട്ടുള്ളത്. എങ്ങനെ അത്രയും ദിനോസറുകൾ ഒരേ സ്ഥലത്ത് മണ്ണടിഞ്ഞു കിടക്കുന്നു എന്നത് തന്നെയായിരുന്നു എല്ലാവരെയും പോലെ പര്യവേക്ഷക സംഘത്തിന്റെയും സംശയം. ഏതോ വലിയൊരു മഹാദുരന്തത്തിൽ എല്ലാം ഒറ്റയടിക്ക് ചത്തൊടുങ്ങുകയായിരുന്നുവെന്നാണ് ബാംഫോർത്ത് വിശദീകരിക്കുന്നത്. ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാത്തിനെയും ആ ദുരന്തം വിഴുങ്ങുകയായിരുന്നു. ഏകദേശം 72 മില്യൺ വർഷങ്ങൾക്ക് മുൻപാകും അത് സംഭവിച്ചിരിക്കുക. മഹാപ്രളയമായിരുന്നു ആ ദുരന്തമെന്നാണ് ഞങ്ങൾ പര്യവേക്ഷണം നടത്തുന്നത്. കനത്ത പേമാരിയിൽ സമീപത്തെ പർവ്വതങ്ങളിലുണ്ടായ വൻ ഉരുൾപൊട്ടലാകാം അന്ന് നാശം വിതച്ചത്. അല്ലെങ്കിൽ വൻ കൊടുങ്കാറ്റിൽ ആ വനമേഖല ഒന്നാകെ കടപുഴകി വീണതാകാം. നമ്മുടെ കാലത്ത് സംഭവിക്കുന്ന ഉരുൾപൊട്ടലുകളുടെ ഉഗ്രരൂപമായിരിക്കും അന്ന് സംഭവിച്ചിരിക്കുകയെന്നും നിരീക്ഷിക്കുന്നുണ്ട് എമിലി ബാംഫോർത്ത്. ലോകത്തിന്റെ പല ഭാഗത്തും ദിനോസറുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ കച്ചും രാജസ്ഥാനിലെ ജയ്സാൽമീറും ഉൾപ്പെടെ ഇന്ത്യയിൽ തന്നെ പലയിടത്തും ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. എന്നാൽ ഒരേ സ്ഥലത്ത് ഇത്രയും തോതിൽ ദിനോസർ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നത് ആദ്യമായിട്ടാണെന്നാണ് ശാസ്ത്ര സംഘം പറയുന്നത്. അതുമാത്രമല്ല, ആകാരത്തിലും ശരീരപ്രകൃതിയിലുമെല്ലാം പാച്ചിർനോസോറസ് ഓരോന്നും വ്യത്യസ്തമാണെന്നും പര്യവേക്ഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി പൈപ്പ്സ്റ്റോൺ ക്രീക്കിൽ ദിനോസർ പര്യവേക്ഷണത്തിൽ സജീവമാണ് എമിലി ബാംഫോർത്ത്. ഓരോ തവണയും പുതിയ യുവ ഗവേഷകർ ഒപ്പം കൂടും. എല്ലിന്റെ സാന്നിധ്യം കണ്ടെത്താനായി കൂടെ കൂട്ടിയ നായ ആസ്റ്ററും പര്യവേക്ഷണത്തിൽ സജീവമാകും. വളരെ സൂക്ഷിച്ച് മണ്ണിൽ കുഴിച്ച് പുതിയ അസ്ഥികൂടങ്ങളുമായി പുറത്തു വരും. പുത്തൻ കണ്ടെത്തലുകളിലേക്ക് വാതിൽ തുറക്കുന്നതാകും ഓരോ പര്യവേക്ഷണമെന്നാണ് ബാംഫോർത്ത് പറയുന്നത്. നിലവിൽ 10,000-ഓളം ദിനോസർ അസ്ഥികൂടങ്ങൾ അവരുടെ മ്യൂസിയത്തിലുണ്ട്. ദിനോസറിന്റെ ഉടൽ അപ്പാടെ ലഭിച്ചവയും അക്കൂട്ടത്തിലുണ്ട്.